അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൗണ്ട് കൗണ്ട് ചെയ്യേണ്ട 1 2 3 4 5 6 7 8 9 10 11 12 റൗണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ഒരിക്കലും റൗണ്ട് കൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യരുത്. എന്ന് വെച്ചാൽ റൗണ്ട് നമുക്ക് സ്റ്റിച്ചസിൻ്റെ നമ്മൾ എടുക്കുന്ന യാണും ഹുക്കിൻ്റെ ഒക്കെ ഡിഫറൻസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഇവിടുന്നത് ആ ടോട്ടൽ ലെങ്ത്ത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു 8 ഇഞ്ചാണ്. 8 ഇഞ്ചും നമ്മൾ വിടുത്ത് വരുന്നത് അതുപോലെ തന്നെ 8-9 ഇഞ്ചും ആണ് വരുന്നത്. അപ്പം നമുക്ക് എത്രയാണോ ഇവിടുന്ന് നമുക്ക് ഷോൾഡറിലേക്കുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്കൊരു 11 വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 8 ഇഞ്ചിൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 11 നമ്മൾ ഷോൾഡറിലേക്കുള്ള അപ്പർ പാർട്ടിലേക്കുള്ള ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 14 ഒക്കെ ആണ്. ഷോൾഡർ ടു എത്രയാണോ ലെങ്ത്ത് നോക്കുക. ഷോൾഡർ 14 ആണെങ്കിൽ നമുക്കൊരു ഇവിടുന്ന് 8 ഇഞ്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ ഇവിടുന്ന് 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. 1 2 3 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 1 2 3 ചെയിൻ ചെയ്യുക. ഇവിടെ ആണ് പ്രസ് ചെയ്ത് കൊടുക്കണേ, എന്നാലേ അതവിടെ നിൽക്കുള്ളൂ. ഞാനവിടെ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ആണിൻ്റെ മുകളിലേക്ക്, ഈ ഹുക്കിൻ്റെ മുകളിലേക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ഹൈഡായി പോകും. അപ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒക്കെ ഒരു വൃത്തികേടാണ്. പിന്നെ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ഊരിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഈ 3ാമത്തെ ചെയിൻ എത്തുന്നവരെ 1 2 3 ഈ ഒരു ചെയിൻ എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ തൊട്ടിട്ട് 1 2 3 അങ്ങനെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ അവിടെ നമ്മൾ എൻഡ് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടൈലൻഡ് അധികം ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ട് ഇതിൻ്റെ ടൈലൻഡ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുകയാണേ, കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന ടൈലൻഡ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു, ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിതാ ഈ ഒരു 1 2 3 ഈ ഒരു സ്റ്റിച്ച് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത് ഇതാണ്. ഇവിടുന്ന് 1 2 3 ഈ 3 ചെയിൻ എത്തുന്നത് വരെ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഈ ഒരു ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഈ വർക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക, മറിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ്, DC ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്ത് ഇതാണ് സെക്കൻഡ് ചെയിൻ. ഇത് ഫസ്റ്റ് ചെയിൻ. ഇത് സെക്കൻഡ് ചെയിനിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവുക. വീണ്ടും നമ്മൾ യാണോവർ ചെയ്തിട്ട് അടുത്ത ചെയിനുണ്ട്, അടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, അടുത്ത സ്റ്റിച്ചിൻ്റെ ഈ ഒരു ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ഈ സ്റ്റിച്ച് മാർക്കർ വേണ്ട, ഈ സ്റ്റിച്ച് മാർക്കർ നമുക്ക് എടുക്കാം. അതിന് ശേഷം നമ്മളിതാ ഇവിടുന്ന് 1 2 3 ഈ 3ാമത്തെ ഇതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമുക്ക് ഓരോ ചെയിനിലും ഇപ്പം നമ്മളിവിടെ ഡിക്രീസിങ് ചെയ്തു. ഇനി നമ്മളിവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിൻ്റെ ടോപ്പിലും താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഡിക്രീസിങ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഇവിടെ ഡിക്രീസിങ് ചെയ്തു. ബാക്കി എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ യാൺ ഓൾ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓൾ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ
3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിലും ഡിക്രീസിങ് ചെയ്തു, എൻഡിങ്ങിലും ഡിക്രീസിങ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് ചെയ്യുന്നത്. വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മളിതാ യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒന്ന് ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് 3 ലൂപ്പ് കിട്ടും. ബാലൻസ് വരുന്ന 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഡിക്രീസിങ് ചെയ്ത് ഒന്നാക്കിയ ഒരു സ്റ്റിച്ച്, അതിൻ്റെ ഇതാണ് ഡിക്രീസിങ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഒരു സ്റ്റിച്ചിനെ അല്ല 2 സ്റ്റിച്ചിനെ ഒന്നാക്കി അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഇങ്ങനെ നിൽക്കുന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഇവിടെ നമ്മൾ ഡിക്രീസിങ് ചെയ്തു. ഇനി ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ 2 റൗണ്ട് ചെയ്തു. ഇതേപോലെ നമ്മളിവിടെ എത്തിയിട്ട് വീണ്ടും ഡിക്രീസിങ് ചെയ്യാം. ഇതുവരെ എത്തിയിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഡിക്രീസിങ് കഴിഞ്ഞതിന് ശേഷം ഓരോ ചെയിനിലും ഓരോ DC ചെയ്തു. സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഈ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ അടുത്ത ഡിക്രീസിങ് കിട്ടി. ഇങ്ങനെ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ കുറഞ്ഞ് വരും. വീണ്ടും നമ്മൾ 2 ചെയിൻ ചെയ്യുക. ഇനി ബാക്ക് സൈഡിലേക്ക് വർക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമുക്കിത് അവിടെ നമ്മൾ ഈ ഡിക്രീസിങ് ചെയ്ത സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വരുന്ന DCയുടെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ 4ാമത്തെ റൗണ്ടാണ് ചെയ്തത്. ഒരു 3ഓ 4ഓ റൗണ്ട് കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് മുകൾ ഭാഗത്തേക്ക് കുറച്ച് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് ഡിക്രീസിങ് ആയി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ എടുത്തപ്പോൾ 20 സെൻറ്റിമീറ്റർ അതുപോലെ 8 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വന്നപ്പോൾ അത് 5 ഇഞ്ചും 13 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിക്രീസിങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റിച്ചസ് ഡിക്രീസിങ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ മെഷർമെൻറ്റ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്കിതാ 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 ഇഞ്ചിലാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ അതുപോലെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ടൈറ്റാക്കി കൊടുക്കാം. ഇത് നമ്മൾ ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡിലും നമ്മൾ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് 1 2 3 4 5 6th ചെയിനിൽ ഇവിടുന്ന് ഇങ്ങനെ 1 2 3 4 5 6 6ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ടൈലൻ്റ് എടുത്തിട്ട് 3 ചെയിൻ ചെയ്യുക. 2 3 ചെയിൻ ചെയ്യുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇവിടുന്ന് അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇവിടെ 1 2 3 4 5 6th നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്കിത് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇതാ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അതിലും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യാണ്. ഇനി നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വർക്ക് ചെയ്യുക, ബാക്ക് സൈഡിലേക്ക് വർക്ക് എടുക്കുക. അതിന് ശേഷം തൊട്ടടുത്ത ചെയിൻ ലൂക്ക് ഇൻസേർട്ട് ചെയ്യുക, അണോവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണോവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാണോവർ ചെയ്യുക. അടുത്ത സ്റ്റിച്ച് ലൂക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 4 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്ത് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. പിന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ച് എത്തുന്നവരെ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇവിടുന്ന് നമുക്കിത് 1 2 3 തേർഡ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെ എത്തുന്നവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ഓരോ ചെയിനിലും ഓരോ DC ചെയ്ത് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ യാണോവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, യാണോവർ ചെയ്യുക. വീണ്ടും ഈ ഒരു ലാസ്റ്റ് ചെയ്ത ചെയിൻ്റെ ടോപ്പ് ലൂക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് ഉണ്ടാവും. യാണോവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് ഉണ്ടാവും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡിക്രീസിങ് ചെയ്തു. വീണ്ടും 2 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നല്ല ഭാഗത്തേക്ക് വർക്ക് ടേൺ ചെയ്യുക. നമ്മളിതാ ഇവിടുന്ന് വീണ്ടും ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് 3 ലൂപ്പ് ഇട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇവിടെ നമ്മൾ ഡിക്രീസിങ് കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റ് DCയുടെ ടോപ്പിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. അതുവരെ നമ്മൾ ഓരോ DC ചെയ്യുക, എന്നിട്ട് ഇവിടെ ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ നമുക്ക് കുറച്ച് റൗണ്ട് ചെയ്യുക കേട്ടോ. ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇതാ ബാക്കിലും ഫ്രണ്ടിൽ ഇതേപോലെ ചെയ്തു. ഇതാ ബാക്കിലും അതേപോലെ നമ്മൾ കുറച്ച് റോ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 8 ഇഞ്ചും മുകളിലേക്ക് വന്നപ്പോൾ 5 ഇഞ്ചും തന്നെയാണ് ബാക്കിലും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 11 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 4.5 ഇഞ്ച് നമുക്ക് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിൽ യാണ് കട്ട് ചെയ്തിട്ടില്ല. കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു സ്ട്രാപ്പ് പോലെ ഉണ്ടാക്കണം. സ്ട്രാപ്പ് പോലെ ഉണ്ടാക്കാൻ ഇവിടെ യാണ് കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ 1 2 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മൾ സെയിം സ്പേസിൽ ഒരു DC ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു DC ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു DC. അങ്ങനെ നമ്മൾ 3 ചെയിൻ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ നമുക്ക് 4 DC കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സ്ട്രാപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു DC ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു DC ചെയ്യുക. ഫോർത്ത് വണ്ണിലും ഒരു DC ചെയ്യുക. വീണ്ടും നമ്മൾ ചെയിൻ 2 ചെയ്യുക, ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ചെയിൻ 3 ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അടുത്ത ചെയിനിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് തേർഡ് ഡബിൾ ക്രോഷ്യ, ഫോർത്തിൻ്റെ മുകളിൽ 4ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. 4 ഡബിൾ ക്രോഷ്യ വേണേ. 3 ചെയിനും 3 ഡബിൾ ക്രോഷ്യയും, അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ ടോട്ടൽ വേണം. 3 ചെയിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് റോ ചെയ്ത് കൊടുക്കാം. ഇവിടെ 4 തന്നെ കിട്ടുന്നുണ്ടോ നോക്കണേ. അതിന് ശേഷം വീണ്ടും 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. താഴെ ചെയ്ത സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ച് എന്ന് പറഞ്ഞത് ഈ 3 ചെയിനാണ്. അപ്പോൾ 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് റോ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രയാണോ അങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ബട്ടൺ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബട്ടൺ വെക്കാനുള്ളതാണ്. അപ്പം കുറച്ചും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് റോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോ കൗണ്ട് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെയുള്ള
5 ഇഞ്ചിൽ ഞാൻ സ്ട്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമ്മൾ ബട്ടർ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് കിട്ടണം. അപ്പോൾ 5 ഇഞ്ചിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, വർക്ക് കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ചെയ്യാം, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക, യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഒരു സ്ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ട്രാപ്പ് ചെയ്യാനായിട്ട് ഇവിടുന്ന് 4ാമത്തെ സ്റ്റിച്ചിൽ 1 2 3 4 ഇവിടുന്ന് ഇങ്ങനെ 4ാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ യാണ് എടുക്കുക, ടൈലൻഡ് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് 1 2 3 ചേഞ്ച് ചെയ്യുക. ഈ ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക കേട്ടോ, അല്ലാതെ ബാക്ക് സൈഡിൽ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ തൂങ്ങിക്കെടുക്കും. 1 2 3 4 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം 1 2 3 ചേഞ്ച് ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. വീണ്ടും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൻ്റെ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൻ്റെ ഒരു ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ 3 ചെയിൻ ചെയ്തതാണ്. ആ 3 ചെയിൻ്റെ ടോപ്പിൽ 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെക്കൻഡ് ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ 3 ചെയിൻ ചെയ്തതാണ്. അതിൻ്റെ ടോപ്പിൽ 3 ചെയിൻ്റെ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് ഈ 5 ഇഞ്ച് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് സ്ട്രാപ്പും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് സ്ട്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മെഷർമെൻറ്റ് നോക്കാം. ഇതും നമുക്ക് 5 ഇഞ്ചിലാണ് നമ്മളിവിടെ ചെയ്തത്. ഇതും അതുപോലെ തന്നെ 5 ഇഞ്ചിലാണ് ചെയ്തത്. രണ്ടും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്ട്രാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ബോർഡർ ചെയ്തെടുക്കുകയാണ്. ഇനി ബോർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കളറാണോ ഈ ഒരു ഭാഗം ചെയ്തത്, ഇപ്പോൾ നമ്മളിവിടെ വൈറ്റ് കളറാണ്, നിങ്ങൾ റെഡ് ആണെങ്കിൽ റെഡ് കൊണ്ട് ചെയ്യുക. ഏത് കളറാണോ ചെയ്തത് ആ ഒരു കളറ് തന്നെ യൂസ് ചെയ്യുക. അപ്പം നമ്മളിവിടെ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇവിടെ നമ്മൾ ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനിൽ നമ്മളിതാ സ്റ്റാർട്ടിങ് ചെയ്ത് ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വൈറ്റ് കളറോട് തന്നെയാണ് ബോർഡർ ചെയ്യേണ്ടത്. ഇവിടെ ഏത് കളറാണോ യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ചെയ്യണേ. നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണ് ഇങ്ങനെ ഇവിടെ പിടിച്ചു കൊടുക്കുക, യാണ് ഓവർ ചെയ്യുക, ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്പേസിലാണ് ചുറ്റിലും നമ്മൾ ഇത് ചെയ്തെടുക്കുകയാണ്. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ യാണ് ഇതിൻ്റെ കൂടെ എൻ്റെ ബാക്ക് സൈഡിലേക്ക് വെച്ച് പിടിക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ഇങ്ങനെ വരുന്ന ചെയിൻ പോലെ വരുന്നില്ല, അതിൻ്റെ ഉള്ളിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ നമ്മളിതാ ഈ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഡബിൾ ക്രോഷ്യേൻ്റെ ഒരു ലൂപ്പ് ഇങ്ങനെ എടുക്കുക. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിലാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയുടെ ഒരു ലൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ ഇവിടെ അടുത്തതിൽ ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ചെയിന് പോലെ കാണും, ആ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ. ഇതവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരും. അതുകൊണ്ട് നമ്മൾ ഈ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് സെക്കൻഡ് ഡബിൾ ക്രോഷ്യൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു ചെയിൻ പോലെ വരുന്നത് ആ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യാണ്, ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ യാണ് ടൈലൻഡ് എടുത്തിട്ടുള്ള യാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഹൈഡാക്കി കൊടുക്കുക. ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ടോ ഈ ഒരു ബോർഡർ നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ നീറ്റില്ലാതെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ബോർഡർ നല്ല നീറ്റായി വരുന്നുണ്ട്. നമുക്കിനി ഇതിൽ നമ്മളെ
റെഡ് കളർ ആയാണ് ബോർഡർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ദാ ഈ ഒരു ലൂപ്പിൻ്റെ സൈഡിൽ കൂടി എടുത്തിട്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ദാ ഈ ഒരു ഇങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ഗ്യാപ്പ് വരും. അപ്പോൾ ഈ സെയിം കളർ ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇത് കാണൂല. അതല്ല നമ്മളിങ്ങനെ വേറെ കളർ ആണെങ്കിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതാ നമ്മൾ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും സെയിം കോർണറിൽ തന്നെ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യയും ചെയ്യാം. എന്നിട്ട് നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ചെയ്യുക കേട്ടോ. 1 2 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മൾ പിന്നെ എല്ലാ ചെയിനും പോലെ കാണും. ഇതവിടെ ഇങ്ങനെ നമുക്ക് ചെയിന് പോലെ കാണും. ഈ ചെയിനിലൊക്കെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 ചെയിൻ ഇവിടെ ചെയ്തതുകൊണ്ട് ഈ ഒരു ഭാഗം ടേൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ബേസ് നമ്മളിപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് ഏത് കളറാണോ യൂസ് ചെയ്തത് അതന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ വേറെ കളർ വെച്ച് ചെയ്യുമ്പം അതിങ്ങനെ ചെയ്ത ഭാഗം വൃത്തിയില്ലാതെ ഇങ്ങനെ കാണും. അതുകൊണ്ട് സെയിം കളർ നമ്മൾ ഏത് കളറാണോ, ഇപ്പോൾ വൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വൈറ്റ് തന്നെ ഈ ഒരു സ്റ്റെപ്പിന് യൂസ് ചെയ്യാം. പിന്നെ ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കളർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തതാ നമ്മൾ ലാസ്റ്റ് ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 ഒരു സ്റ്റിച്ചും കൂടിയും ചെയ്യുക. അങ്ങനെ ഈ ഒരു സെയിം കോർണറിൽ 3 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 2 സെയിം സ്പേസിൽ തന്നെ 3 ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോർണർ ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആയി വരും. നമ്മൾ വർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആയി വരും. കണ്ടോ? അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ടൈലൻഡാണ്. ഈ ടൈലൻഡ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ടൈലൻഡൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് സ്റ്റിച്ചസ് ചെയ്യുക കേട്ടോ. എന്നാൽ അപ്പോൾ നമുക്ക് നല്ല നീറ്റിൽ കിട്ടും. ഇങ്ങനെ എല്ലാ ചെയിനിലും എന്ന് പറയുമ്പോൾ ഇവിടെ ഡബിൾ ക്രോഷ്യേൻ്റെ സ്പേസാണ്. അവിടെ അധികം സ്പേസ് കാണുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ആ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പേസ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ടിലുണ്ടാവുക. അതുവരെ ചെയ്ത് കൊടുക്കണേ. ഇതാ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ റെഡില്ലേ ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ആണോ ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, ആണ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇവിടെ നല്ല ബോർഡർ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡ് ചെയ്യാം. ബാക്ക് സൈഡും ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കുറച്ച് ടൈലൻഡ് എടുത്തിട്ട് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പേസിൽ ഈ ഡബിൾ ക്രോഷ്യയുടെ ഈ ഒരു സെക്കൻഡ് ലൂപ്പ് ചെയിനിൻ്റെ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മളെ ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ അതാ കട്ട് ചെയ്തിട്ടുള്ള യാണ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കണം കേട്ടോ. യാൺസ് എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ച് ഹൈഡാക്കി കൊടുക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ
ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒക്കെ ഒരു ഫസ്റ്റ് വർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഒക്കെ മിസ്റ്റേക്ക് പറ്റും. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതാ ഈ ഒരു ടൈലിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ സ്ട്രാപ്പിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ട്രാപ്പിലും നമ്മൾ ഇതേപോലെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ട്രാപ്പും നമുക്കൊരു നീറ്റിൽ കിട്ടുള്ളൂ. സ്ട്രാപ്പിലും ഇതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യേൻ്റെ ഇങ്ങനെ ഗ്യാപ്പ് വരും. അപ്പോൾ അതിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യേൻ്റെ ഒരു ചെയിനിൽ ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ അടുത്തത് ചെയിൻ പോലെ അവിടെ വരും, അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ ഉണ്ടോ നല്ല ഗ്യാപ്പ് കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു ലൂപ്പിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യേൻ്റെ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അധികം ഗ്യാപ്പ് വരുമ്പോൾ ആ ഭാഗത്ത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി അല്ലെങ്കിൽ സ്പേസിലിട്ടിട്ട് നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അത് ഇവിടെ നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലൂപ്പ് ചെയിനിൻ്റെ സെക്കൻഡ് DCയുടെ ലൂപ്പിലിട്ടു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്പേസിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിലാണ്. ഇതിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെയിൻ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ചസ് ചെയ്യാൻ. ഇത് നമ്മളിതാ ഇവിടേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ അതുപോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിച്ച് ഈ ഒരു ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് പിടിക്കണേ. ഇത് നമുക്ക് വരുന്നത് ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. അതിൻ്റെ ടോപ്പിൽ നമ്മളിതാ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വർക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് ടേൺ ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇങ്ങനെ ഇവിടെയൊക്കെ എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നേരത്തെ സൈഡിൽ ചെയ്ത പോലെ തന്നെ അധികം ഇങ്ങനെ ഒരു വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഇതവിടെ ഇങ്ങനെ അധികം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലൂപ്പിലേക്ക് ഇട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ അവിടെ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് കാണൂല. ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇതവിടെ ഇങ്ങനെ അധികം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ലൂപ്പിലേക്ക്, സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക്, ഫുള്ളിലേക്കല്ല ലൂപ്പിലേക്കാണ് എടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു സ്ട്രാപ്പ് ഇവിടെ ഇതാ നല്ല വൃത്തിക്ക് നമുക്കിതാ ഈ എഡ്ജസൊക്കെ നല്ല റെഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രാപ്പും വെച്ച് നോക്കുമ്പോൾ കണ്ടോ ഇത് നല്ല നീറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ എഡ്ജസൊക്കെ റെഡി ആവാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത്
നമ്മളിപ്പോൾ ഇനി റെഡ് കളറാണ് ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ ഡബിൾ ക്രോഷ്യ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഇവിടെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ലാസ്റ്റിൽ ഇവിടെയും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ചുറ്റിലും ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്നതാ ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ചുറ്റിലും ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ലാസ്റ്റ് ചെയ്ത ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യാണ് വലിച്ച് ടൈറ്റ് ആക്കാം. ഈ യാണ് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതാ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഞാൻ 2 യാണ് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടാൻ കഴിയുന്നത്. നിങ്ങൾ ഒരു യാണ് വെച്ചിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് എടുത്തിട്ട് ഒരു ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ബോർഡർ നമ്മൾ ചുറ്റിലും ഫ്രണ്ടിലും അതുപോലെ ബാക്ക് സ്ട്രാപ്പിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു റെഡ് കളർ കൂടി ബോർഡർ പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഇവിടുന്ന് ഫസ്റ്റിൽ 1 2 3 സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഫിംഗറിനോട് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം യാണിനെ മുകളിലേക്ക് ഓവർ ചെയ്ത് മുകളിലേക്ക് വലിക്കുക. 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി തൊട്ടടുത്ത ചെയിനിൽ ഈ ഒരു ടൈലൻ്റ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ഇവിടെ വരിക. ഈ ഒരു ഭാഗത്തും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു അപ്പർ പാർട്ടിലേക്കാണ് ഇങ്ങനെയുള്ള പോർഷനിൽ അവിടെ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അവിടെ വൈറ്റ് കൊണ്ട് ചെയ്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു റെഡ് കളറിയാണ് അങ്ങനെ ചുറ്റിലും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളതിങ്ങനെ ജോയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കും. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നല്ല നീറ്റിൽ ഈ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ നീറ്റ് വരാൻ കാരണം നമ്മൾ ബേസ് ആയിട്ട് ആ വൈറ്റ് കളറിയാണ് കൊണ്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര നീറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ചിലവർ മടി കാണിക്കും, ആ ഒരു ബേസ് ഒഴിവാക്കിയിട്ട് പിന്നെ ഈ ഒരു ബോർഡർ കൊടുത്താൽ പോരെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ നീറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്സ് ഓരോ വീഡിയോയിലും പറയുമ്പോൾ ആ വീഡിയോ കറക്റ്റ് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. കണ്ടോ, ഇതാണ് ഇപ്പോൾ നോക്കി ഈ ഒരു ഭാഗം നമുക്ക് നല്ല നീറ്റിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മളെ വർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആയിട്ടുണ്ട്. നമ്മൾ ഇതിലും ഈ റൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടേണിങ് ചെയ്യുന്ന എൻഡിൽ മാത്രം നോക്കിയാൽ മതി. ബാക്കി എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതുണ്ടോ, നല്ല നീറ്റിൽ നമുക്ക് ആ ബോർഡർ വരുന്നുണ്ട്. ഇതുവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 1 ചെയ്യാം. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വരും. ഈ 2 എഡ്ജും ഒരുപോലെ നീറ്റിൽ നിൽക്കും കേട്ടോ. നമ്മളിതാ ഈ വലുത് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റിലും ഇതിലേക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇതാ അങ്ങനെ ചുറ്റിലും ഇങ്ങനെ നമുക്ക്
ഈ ഒരു ഭാഗം എത്തുമ്പോൾ മാത്രം സിംഗിൾ ക്രോഷേ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഈ കോർണറിലും സിംഗിൾ ക്രോഷേ ചെയിൻ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ചുറ്റിലും ഇവിടെ ചെയ്ത് ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ചെയ്ത് ചുറ്റിലും ചെയ്തിട്ട് ഇതാ 2 സ്ട്രാപ്പ് ചെയ്ത് ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഇതാ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുവരെ നമ്മൾ ഇതാ അങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം യാണ് വലിച്ച് ടൈറ്റ് ആക്കുക. ഈ യാണിനെ ആദ്യം ഫ്രണ്ടിലേക്കും പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇട്ടിട്ട് ഇതിനെ നമുക്കൊരു ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വർക്ക് ഉള്ളത്. ഈ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് നൂലൊക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ടൈലൻ്റാണ്. അത് നമുക്കിങ്ങനെ ഫ്രണ്ട് സൈഡിലേക്കും അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് ഒരുമിച്ച് പിടിച്ച് കെട്ടിക്കൊടുക്കുക. ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ചെയിൻ 1 ചെയ്താൽ മതി കേട്ടോ. ചെയിൻ 1 ചെയ്തിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ബാലൻസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മൾ ഈ യാൺസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് തൂങ്ങിക്കിടക്കുന്ന യാൺസൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡാക്കി കൊടുക്കുക. ഇതാണ് നമ്മളെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇവിടെ ഇനി നമുക്കൊരു ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം, ഇവിടെ വേണമെങ്കിൽ ബട്ടൺ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ബട്ടൺ ഹോൾ പ്രത്യേകിച്ച് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചധികം ആണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്താണ് ഈ 2 ബട്ടൺസ് വെക്കുന്നത്. നിങ്ങളതുപോലെ 2 ബട്ടൺസ് സ്ട്രാപ്പിലും വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗത്തും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളിതാ താഴെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2 കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു റോംബർ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിതാ ഈ ഒരു ബട്ടൺ ഇവിടെ ബേസിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, സ്ട്രാപ്പിലല്ല. അപ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും സ്ട്രാപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.